വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ 10ാമത്തെ ചാപ്റ്റർ കുഞ്ഞുങ്ങളെ ലോക ഭൂപടത്തിൽ യൂറോപ്പ് ഓൺ ദ വേൾഡ് മാപ്പ്. ലോക ഭൂപടം ഉണ്ടല്ലോ, നമ്മുടെ മാപ്പ്. ഈ ഭൂപടത്തിൽ യൂറോപ്പിനെ കുറിച്ചാണ്. എന്താ ഈ യൂറോപ്പ് എന്ന് വെച്ചാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമുക്ക് 7 കോണ്ടിനെൻ്റ് ആണുള്ളത് കേട്ടോ. 7 ഭൂഖണ്ഡങ്ങളാണ് നമുക്കുള്ളത്. 7 കോണ്ടിനെൻ്റ് എന്ന് വെച്ചാൽ 7 ഭൂഖണ്ഡങ്ങൾ. അതിനകത്തിൽ ഒരെണ്ണമാണ് നമ്മൾ ഈ പറഞ്ഞ യൂറോപ്പിനെ കുറിച്ച് കേട്ടോ. നമ്മൾ ഈ പാഠത്തിനകത്തിൽ ആരെക്കുറിച്ചാണ് പറയുന്നത്? യൂറോപ്പിനെ കുറിച്ചാണ്. അപ്പോൾ 7 കോണ്ടിനെൻറ്റിനകത്തിലെ ഒരെണ്ണമാണ് ഈ യൂറോപ്പ്. ഏതൊക്കെയാണ് ഈ 7 കോണ്ടിനെൻ്റ്? ഏഷ്യ, ആഫ്രിക്ക, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ. ഓർഡർ അനുസരിച്ച് തന്നെയാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ ഇതിൽ നോക്കിയാൽ 6ാം സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് യൂറോപ്പ്. എത്ര സ്ഥാനം നിങ്ങളെ? 6ാം സ്ഥാനത്താണ്. ഏഷ്യ ആണ് 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് കേട്ടോ. ഏഷ്യ, ആഫ്രിക്ക, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ. അപ്പോൾ 6ാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് യൂറോപ്പ്. ഓരോന്നും മനസ്സിലാക്കി പഠിച്ചു പോകണം കേട്ടോ. ഇനി നമ്മളോട് ചോദിച്ച ടെസ്റ്റിലെ ആദ്യത്തെ ചോദ്യം, ഈ പറയുന്ന യൂറോപ്പിൻ്റെ തെക്ക്, വടക്ക്, പടിഞ്ഞാറ്, കിഴക്ക് അല്ലേ, നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് ഭാഗങ്ങളിൽ എന്തൊക്കെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നാവും നിങ്ങൾ കേട്ടോ. നമ്മുടെ യൂറോപ്പിൻ്റെ നോർത്തിലും സൗത്തിലും ഈസ്റ്റിലും വെസ്റ്റിലും എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഇത് നിങ്ങൾ ഇങ്ങനെ തന്നെ അങ്ങ് പഠിക്കണം കേട്ടോ. എന്ന് വെച്ചാൽ യൂറോപ്പിൻ്റെ മുകളിലോട്ടുള്ള ആരോ എന്ന് വെച്ചാൽ നോർത്തിൽ എന്ന് വെച്ചാൽ വടക്ക് ഭാഗത്ത് ആർട്ടിക് ഓഷനാണ് കേട്ടോ. ഇങ്ങനെ തന്നെ അങ്ങ് പഠിച്ചാൽ മതി. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് തെറ്റത്തില്ല. മുകൾ ഭാഗത്ത് ആരാണ്? ആർട്ടിക് ഓഷനാണ് കേട്ടോ. ആർട്ടിക് ഓഷൻ എന്ന് വെച്ചാൽ ആർട്ടിക് സമുദ്രം. ഇനി അതിൻ്റെ തൊട്ട് താഴെ, യൂറോപ്പിൻ്റെ തൊട്ട് താഴെ, അപ്പോൾ സൗത്ത്, മുകളിൽ നോർത്ത് ആകുമ്പോൾ താഴെ സൗത്ത് എന്ന് വെച്ചാൽ തെക്ക് അല്ലേ. അവിടെ മെഡിറ്ററേനിയൻ സീ ആണ്. മെഡിറ്ററേനിയൻ സീ ആണ്. ഓരോന്നോർത്തോണേ. തൊട്ട് മുകളിൽ എന്ന് വെച്ചാൽ നോർത്ത്, താഴെ സൗത്ത്. നോർത്തിലാകുമ്പം ആർട്ടിക് ഓഷനും തൊട്ട് താഴെ മെഡിറ്ററേനിയൻ സീയുമാണ്. അപ്പോൾ നോർത്തും സൗത്തും പഠിച്ചല്ലോ. ഇനി ലെഫ്റ്റ് സൈഡ് ഈ ഈസ്റ്റും വെസ്റ്റും നോക്കാം. വെസ്റ്റ് സൈഡിൽ നോക്കൂ കുഞ്ഞുങ്ങളെ, പടിഞ്ഞാറ് ഭാഗത്ത് അറ്റ്ലാന്റിക് ഓഷനാണ് കേട്ടോ. പടിഞ്ഞാറ് ഭാഗത്ത് അറ്റ്ലാന്റിക് സമുദ്രമാണ് ഉള്ളത്. കിഴക്ക് ഭാഗത്തോ, ഈസ്റ്റാണ് കിഴക്ക്. ഏതൊക്കെയാണ്? യൂറൽ പർവ്വതനിരയുണ്ട് കേട്ടോ. യൂറൽ മൗണ്ടന്, ബ്ലാക്ക് സീ, കാസ്പിയൻ സീ എന്നിവയെല്ലാം ഈ യൂറോപ്പിൻ്റെ കിഴക്ക് ഭാഗത്താണ്. നമ്മുടെ ടെസ്റ്റിൽ പടം ഉൾപ്പെടെ തന്നിട്ടുണ്ട്. ഈ പടം കണ്ടിട്ട് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ഈ ടെസ്റ്റ് ഉണ്ടല്ലോ, ഈ പടം കണ്ടല്ലോ. ഈ പടത്തിൻ്റെ ഓരോ ഭാഗത്തും കേട്ടോ, മുകളിലും താഴെയും ഈസ്റ്റും വെസ്റ്റും ഒക്കെ എന്തൊക്കെയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഈ പടം നല്ലതുപോലെ അങ്ങ് പഠിക്കാം കേട്ടോ. ഇങ്ങനെ പഠിക്കാമെങ്കിൽ നമുക്ക് കാണാതെ നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്. നോർത്തിൽ ആർട്ടിക് ഓഷൻ അല്ലേ, സൗത്തിൽ മെഡിറ്ററേനിയൻ സീ, വെസ്റ്റിൽ അറ്റ്ലാന്റിക് ഓഷൻ, ഈസ്റ്റിൽ 3 കാര്യങ്ങൾ, 3 അല്ല ഒരുപാടുണ്ട്. എന്നാലും ഏറ്റവും പ്രധാനപ്പെട്ടത് നോക്കിയാണ് യൂറൽ മൗണ്ടൻ. യൂറൽ മൗണ്ടൻ എന്ന് വെച്ചാൽ പർവ്വതം അല്ലേ, യൂറൽ പർവ്വതനിര. ബ്ലാക്ക് സീ എന്ന് വെച്ചാൽ കരിങ്കടൽ. ബ്ലാക്ക് സീ എന്ന് വെച്ചാൽ കരിങ്കടൽ. അതുപോലെ തന്നെ പിന്നെ ഏതാണ്? കാസ്പിയൻ സീ, കാസ്പിയൻ കടൽ എന്നിവയെല്ലാം ഈ യൂറോപ്പിൻ്റെ ഈസ്റ്റ് ഭാഗത്ത് അല്ലെങ്കിൽ കിഴക്ക് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് പടം നല്ലതുപോലെ അങ്ങ് പഠിക്കണേ. അപ്പോൾ ഇത്രയൊക്കെയാണോ നിങ്ങളെ നമ്മൾ പഠിക്കുന്നത്? യൂറോപ്പിനെ കുറിച്ചാണ്. ഈ യൂറോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ 7 കോണ്ടിനെൻറ്റുകൾ അല്ലേ, 7 കോണ്ടിനെൻറ്റിലെ 7 ഭൂഖണ്ഡങ്ങളിൽ 6ാം സ്ഥാനമാണ് യൂറോപ്പിനുള്ളത്. ആ യൂറോപ്പിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ആ യൂറോപ്പിൻ്റെ 4 ഭാഗത്തും അല്ലേ, 4 ഡിറക്ഷനിലും എന്തൊക്കെയാണെന്നാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ ആണോ? അത്രയും ഓക്കെ. ഇനി നമ്മൾ പഠിക്കുന്നത് യൂറോപ്പിനെ ഏഷ്യയിൽ നിന്നും വേർതിരിക്കുന്ന ഭൂസവിശേഷതകൾ ഏതൊക്കെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് നോക്കിയാണ് എഴുതി വെച്ചേക്കുന്നത്. വാരി വലിച്ച് തന്നിട്ടില്ല. കാരണം സോഷ്യൽ എന്ന് കേൾക്കുമ്പോഴേ ചില കുട്ടികൾ ഇതെല്ലാം കൂടെ എപ്പോൾ പഠിക്കാനാണ്? സത്യമാണ്, ഒത്തിരി ഉണ്ട് പഠിക്കാൻ അല്ലേ, ഒത്തിരി ഉണ്ട് പഠിക്കാൻ. ഈ ചാപ്റ്റർ തന്നെ അങ്ങ് ഒരുപാടുണ്ട്. തന്നെയല്ല, ഒരുപാട് ആൾക്കാരെ കുറിച്ചും അതിൻ്റെ ഡേറ്റും ഇല്ലേ, എന്തൊക്കെയാ ഇല്ലേ, എന്തിനു വേണ്ടി പഠിച്ചാൽ മതി. ഈ ചാപ്റ്റർ വലിയ ചാപ്റ്ററാണ് ഞങ്ങൾ. അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ. കുറച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു പകുതി പോലും ഞാൻ ഈ ലിങ്കിൽ ഇടുന്നില്ല. അപ്പം നിങ്ങളത് വൃത്തിയായിട്ട് പഠിക്കണം. യൂറോപ്പിനെ ഏഷ്യയിൽ നിന്നും വേർതിരിക്കുന്ന ഭൂസവിശേഷതകൾ ഏതൊക്കെയാണ്? വാട്ട് ആർ ദ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ദാറ്റ് സെപ്പറേറ്റ് യൂറോപ്പ് ഫ്രം ഏഷ്യ? നമ്മളിപ്പോൾ പറഞ്ഞതാ അല്ലേ. എന്താണ്? യൂറോപ്പിൻ്റെ വടക്ക് ഭാഗത്ത് എന്തൊക്കെയായിരുന്നു കണ്ടത്? യൂറോപ്പിൻ്റെ വടക്കല്ല, ഈസ്റ്റ് അല്ലെ, കിഴക്ക് ഭാഗത്ത് യൂറൽ മൗണ്ടന്, ബ്ലാക്ക് സീ, കാസ്പിയൻ സീ, ഇതെല്ലാമാണ് നമ്മുടെ യൂറോപ്പിനെ ഏഷ്യയിൽ നിന്നും വേർതിരിക്കുന്ന ഭൂസവിശേഷതകൾ. തിരിഞ്ഞു പോകല്ലേ, ഇത് അതുപോലെ തന്നെ പഠിക്കണേ. ഇനി ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് യൂറോപ്പ് കേട്ടോ.
ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് യൂറോപ്പ്. യൂറോപ്പിൻ്റെ ഭൂമിശാസ്ത്ര സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഇത് മാത്രമേ ഞാൻ ഇതിനകത്ത് പറയുന്നുള്ളൂ നിങ്ങളെ. യൂറോപ്പിൻ്റെ ഭൂമിശാസ്ത്ര സവിശേഷത എന്തൊക്കെയാണ്? അതിൻ്റെ ഒന്നാമത്തെയാണ് നോർത്ത് വെസ്റ്റേൺ ഹൈലാൻഡ്സ് എന്ന് വെച്ചാൽ വടക്ക് പടിഞ്ഞാറൻ കുന്നുകൾ കേട്ടോ. വടക്ക് പടിഞ്ഞാറ് കുന്നുകൾ ഹൈലാൻഡ്സ്. പിന്നെ സെൻട്രൽ അപ്ലാൻഡ് മധ്യ ഉന്നത തടങ്ങൾ. നോർത്ത് യൂറോപ്യൻ പ്ലെയിൻസ് ഉത്തര യൂറോപ്യൻ പ്ലെയിൻസ് എന്ന് വെച്ചാൽ സമതലങ്ങൾ. നോർത്ത് യൂറോപ്യൻ പ്ലെയിൻസ് ഉത്തര യൂറോപ്യൻ സമതലങ്ങൾ. പിന്നെ അതുപോലെ തന്നെയാണ് ആൽപൈൻ പർവ്വതനിരകൾ കേട്ടോ. ആൽപൈൻ മൗണ്ടൻ സിസ്റ്റം. ഈ 4 പേര് നല്ലപോലെ പഠിക്കണം. ഈ 4 കുറിച്ചും പഠിക്കണം. നോർത്ത് വെസ്റ്റേൺ ഹൈലാൻഡ്സ് എന്താണ്, സെൻട്രൽ അപ്ലാൻഡ് എന്താണ്, നോർത്ത് യൂറോപ്യൻ പ്ലെയിൻസ് എന്താണ്, ആൽപൈൻ മൗണ്ടൻ സിസ്റ്റം എന്താണ്. അപ്പോൾ ആദ്യമേ നമ്മൾ അതിൻ്റെ പേരാണ് പഠിച്ചത്. ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് യൂറോപ്പാണ്. യൂറോപ്പിൻ്റെ ഭൂമിശാസ്ത്ര സവിശേഷത എന്താണെന്ന് ചോദിച്ചാൽ ആദ്യമേ നിങ്ങൾ ഈ 4 പോയിന്റാണ് എഴുതി വെക്കേണ്ടത് കേട്ടോ. ആ 4 പോയിന്റ് കേട്ടോ. ഓർഡറൊന്നും അല്ല, കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. 4 ഓർഡറിലൊന്നും പഠിക്കേണ്ട കേട്ടോ. ഓക്കെ, ഒന്നാമത് നമ്മളപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഈ 2 വരി വെച്ചേ ഞാൻ എഴുതിയിട്ടുള്ളൂ. കാരണം വാരി വലിച്ചൊന്നും നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. 2 വരി എഴുതിയിട്ടുള്ളൂ. ഒന്നാമത് നോർത്ത് വെസ്റ്റേൺ ഹൈലാൻഡ്സ്, അതായത് വടക്ക് പടിഞ്ഞാറൻ കുന്നുകൾ എന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കിയേ. ദ ഹൈ ഹിൽസ് ഫൗണ്ട് ഇൻ ദ നോർത്ത് വെസ്റ്റേൺ റീജിയൺ ഓഫ് യൂറോപ്പ് ആൻഡ് ദ ആ പേരൊന്ന് നോക്കണേ. സ്കാൻഡിനേവിയൻ എന്നുള്ള ആ പേര് നല്ലപോലെ നോക്കണം കേട്ടോ. സ്കാൻഡിനേവിയൻ നോർത്ത് വെസ്റ്റേൺ ഹൈലാൻഡ്സിനകത്തിലാണ് അതിനെക്കുറിച്ച് പറയുന്നത്. തിരിഞ്ഞു പോകരുത്. ഓരോ പേരും നിങ്ങൾ പഠിച്ചു പോവുക. നോർത്ത് വെസ്റ്റേൺ ഹൈലാൻഡ്സ് എന്ന് വെച്ചാൽ വടക്കു പടിഞ്ഞാറൻ കുന്നുകൾ. അതിനകത്തിലെ അറിഞ്ഞിരിക്കേണ്ട ഒരു പേരാണ് സ്കാൻഡിനേവിയൻ എന്ന് പറയുന്ന ഒരു പീഠഭൂമി കേട്ടോ. ദ ഹൈ ഹിൽസ് ഫൗണ്ട് ഇൻ ദ നോർത്ത് വെസ്റ്റേൺ റീജിയൺ ഓഫ് യൂറോപ്പ് ആൻഡ് ദ സ്കാൻഡിനേവിയൻ പ്ലേറ്റു സ്പ്രെഡ് അക്രോസ് നോർവേ, സ്വീഡൻ ആൻഡ് ഫിൻലാൻഡ് ആർ ദ സ്പെഷ്യാലിറ്റി ഓഫ് ദ നോർത്ത് വെസ്റ്റേൺ ഹൈലാൻഡ്സ്. ഇത്രയും മാത്രമേ ആ ഒരൊറ്റ വരിയെ എഴുതിയിട്ടുള്ളൂ. അതിൻ്റെ മലയാളം നിങ്ങളെ താഴെ യൂറോപ്പിൻ്റെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ, നോർത്ത് വെസ്റ്റേൺ റീജിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്പിൻ്റെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഉയർന്ന കുന്നുകളും അതുപോലെ തന്നെ നോർവേ, സ്വീഡൻ, ഫിൻലാൻഡ് എന്നീ രാജ്യങ്ങളിലായി പരന്നു കിടക്കുന്ന സ്കാൻഡിനേവിയൻ പീഠഭൂമിയുമാണ് വടക്കു പടിഞ്ഞാറൻ കുന്നുകളുടെ പ്രത്യേകത കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ്. ചിലപ്പോൾ 2 മാർക്കിനൊക്കെ ചോദിക്കാം. നോർത്ത് വെസ്റ്റേൺ ഹൈലാൻഡ്സിനെ കുറിച്ചാണ് നമ്മൾ, അതായത് ഭൂമിശാസ്ത്ര സവിശേഷതയാണ് യൂറോപ്പിൻ്റെ. അതിൽ ഒന്നാമത്തെയാണ് നോർത്ത് വെസ്റ്റേൺ ഹൈലാൻഡ്സ് അല്ലേ, വടക്ക് പടിഞ്ഞാറൻ കുന്നുകൾ. അപ്പോൾ അതിൻ്റെ ഒറ്റ വരി എഴുതിയിട്ടുള്ളൂ. ദ ഹൈ ഹിൽസ് ഫൗണ്ട് ഇൻ ദ നോർത്ത് വെസ്റ്റേൺ റീജിയൻസ് ഓഫ് യൂറോപ്പ് ആൻഡ് ദ സ്കാൻഡിനേവിയൻ പ്ലേറ്റ്യൂസ് സ്പ്രെഡ് അക്രോസ് നോർവേ, സ്വീഡൻ, ഫിൻലാൻഡ് അത് സ്പെഷ്യാലിറ്റി ഓഫ് ദ നോർത്ത് വെസ്റ്റേൺ ഹൈലാൻഡ്സ് അല്ലേ. യൂറോപ്പിൻ്റെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഉയർന്ന കുന്നുകളും നോർവേ, സ്വീഡൻ, ഫിൻലാൻഡ് എന്നീ രാജ്യങ്ങളിലായിട്ട് പരന്നു കിടക്കുന്ന സ്കാൻഡിനേവിയൻ പീഠഭൂമിയുമാണ് നമ്മുടെ വടക്ക് പടിഞ്ഞാറൻ കുന്നുകളുടെ പ്രത്യേകത. അത് നല്ലപോലെ പഠിക്കണേ കുഞ്ഞുങ്ങളെ. വടക്ക് പടിഞ്ഞാറൻ കുന്നുകളുടെ പ്രത്യേകത യൂറോപ്പിൻ്റെ ആണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഈ വടക്ക് പടിഞ്ഞാറൻ കുന്നുകളുടെ പ്രത്യേകത എന്നാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ മഞ്ഞു മൂടിയ കുന്നുകളും ഹിമാനികളും വളരെ വേഗത്തിൽ ഒഴുകുന്ന നദികളും മനോഹരമായ വനങ്ങളും തടാകങ്ങളും നിറഞ്ഞ നമ്മുടെ സ്കാൻഡിനേവിയ സഞ്ചാരികളുടെ പ്രിയപ്പെട്ട കേന്ദ്രങ്ങളാണ്. നമ്മൾ ഈ സ്കാൻഡിനേവിയ എന്തോന്ന് ചോദിക്കും. ഈ സ്കാൻഡിനേവിയ പ്ലേറ്റൂവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. സ്കാൻഡിനേവിയ പീഠഭൂമി, നമ്മൾ ആ ഒരു വാക്ക് കേൾക്കുമ്പോഴേ നോർത്ത് വെസ്റ്റേൺ ഹൈലാൻഡ്സ് ആണ് കേട്ടോ. വടക്ക് പടിഞ്ഞാറൻ കുന്നുകൾ, യൂറോപ്പിലെ വടക്ക് പടിഞ്ഞാറൻ കുന്നുകളിൽ ഒന്നാണ് ഈ സ്കാൻഡിനേവിയൻ എന്ന് പറയുന്നത്. ഈ സ്കാൻഡിനേവിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വടക്ക് പടിഞ്ഞാറൻ കുന്നുകളുടെ ഒരു പ്രത്യേകതയാണ് മഞ്ഞു മൂടിയ കുന്നുകൾ. അവിടെ കുഞ്ഞുങ്ങളെ ഫുൾ മഞ്ഞാണ്. മഞ്ഞു മൂടിയ കുന്നുകളും ഹിമാനികളും അതുപോലെ വളരെ വേഗത്തിൽ ഒഴുകുന്ന നദികളും മനോഹരമായ വനങ്ങളും തടാകങ്ങളും നിറഞ്ഞ സ്കാൻഡിനേവിയ സഞ്ചാരികളുടെ ഒരു പ്രിയപ്പെട്ട കേന്ദ്രമാണ് കേട്ടോ. അപ്പോൾ അത് ഇംഗ്ലീഷിൽ എങ്ങനെ നമുക്ക് പറയാം നോക്കിയേ. സ്കാൻഡിനേവിയ ഈസ് ദ
കാണാൻ പറ്റുന്നുണ്ടോ? നോക്കിക്കേ, സ്കാൻഡിനേവിയ ഈസ് ദ പോപ്പുലർ ഡെസ്റ്റിനേഷൻസ് ഫോർ ട്രാവലേഴ്സിന് അല്ലേ, വിത്ത് ഇറ്റ്സ് സ്നോ ക്യാപ്ഡ് മൗണ്ടൻസ്, ഗ്ലേസിയേഴ്സ്, ഫാസ്റ്റ് ഫ്ലോവിംഗ് റിവേഴ്സ്, ബ്യൂട്ടിഫുൾ ഫോറസ്റ്റ് ആൻഡ് ലേക്ക്, റൗണ്ട് ടോപ്ഡ് ആൻഡ് ജെന്റ്ലി സ്ലോപ്പിംഗ് ഹിൽസ് formed as a result of long-term glaciations and weathering are found in many places. സ്കാൻഡിനേവിയ ഈസ് എ പോപ്പുലർ, അത് നല്ലപോലെ പഠിക്കണം കുഞ്ഞുങ്ങളെ ആ ഒരു സ്കാൻഡിനേവിയയെ കുറിച്ച്. സ്കാൻഡിനേവിയ എന്താണെന്ന് ചോദിച്ചാൽ ഇത് തന്നെ എഴുതിയാലും മതി. സ്കാൻഡിനേവിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോപ്പുലർ ഡെസ്റ്റിനേഷനാണ് അല്ലേ. എവിടെ മഞ്ഞ് എന്തൊക്കെയാ പോപ്പുലർ ഡെസ്റ്റിനേഷൻ എന്ന് വെച്ചാൽ എന്താണ്, ഈ നല്ല അല്ലേ എല്ലാം എന്താ മനോഹരമായ അല്ലേ, നല്ല മനോഹരമായ എന്തൊക്കെയുണ്ടെന്നാണ് പറഞ്ഞത്. ഫോർ ട്രാവലേഴ്സ് വിത്ത് സ്നോ ക്യാപ്ഡ് മൗണ്ടന്, നല്ല അല്ലേ മഞ്ഞു മൂടിക്കിടക്കുന്ന കുന്നുകളുണ്ട്, ഗ്ലേസിയേഴ്സ് ഉണ്ട് അല്ലേ, ഹിമാനികൾ മഞ്ഞു മൂടി ഹിമാനികളും അതുപോലെ തന്നെ ഫാസ്റ്റ് ഫ്ലോയിങ് റിവർ വളരെ വേഗത്തിൽ ഒഴുകുന്ന നദികളുണ്ട്, ബ്യൂട്ടിഫുൾ ഫോറസ്റ്റ് മനോഹരമായ വനങ്ങളും അതുപോലെ ലേക്സുകൾ തടാകങ്ങളും അല്ലേ ഇതെല്ലാം ഉണ്ട്. പിന്നെ റൗണ്ട് ടോപ്ഡ് അതിൻ്റെ എന്താ റൗണ്ട് ടോപ്ഡ് ആൻഡ് ജെന്റ്ലി സ്ലോപ്പിംഗ് ഹിൽസുകളുണ്ട്. അതൊക്കെ എന്താ മറ്റേ ഇത് പഠിച്ചു കഴിഞ്ഞ് ഒക്കാവുന്നെങ്കിൽ ഇത് പഠിക്കുക കേട്ടോ. റൗണ്ട് ടോപ്ഡ് ആൻഡ് ജെന്റലി സ്ലോപ്പിംഗ് ഹിൽസ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ലോങ് ടൈം ഗ്ലേസിയേഷൻസ് ആൻഡ് വെതറിങ് ആർ ഫൗണ്ട് ഇൻ മെനി പ്ലേസസ് കേട്ടോ. സ്കാൻഡിനേവിയയെ കുറിച്ചാണ് കുഞ്ഞുങ്ങളെ, അത് വൃത്തിയായിട്ട് പഠിക്കണേ. മലയാളവും ഇംഗ്ലീഷും എഴുതിയിട്ടുണ്ട്. ഇനി നമ്മളോട് ചിലപ്പം ഈ ഹിമാനികളും അപക്ഷയവും ഒക്കെ എന്തുവാന്ന് നിങ്ങളുടെ ടെസ്റ്റിൽ കിടപ്പുണ്ട് കേട്ടോ. അതിൻ്റെ ഇംഗ്ലീഷും മലയാളവും ഒക്കെ ഓരോ വരിയേ ഉള്ളൂ, നിങ്ങളെ ഒന്ന് പഠിച്ചു വെച്ചേനെ. ഈ ചലിക്കുന്ന മഞ്ഞുപാളി ഉണ്ടല്ലോ, മഞ്ഞുപാളികൾ ചലിക്കത്തില്ലേ, അതിന് പറയുന്നതാണ് ഈ ഹിമാനികൾ. നമ്മളിപ്പോൾ കുറേ ഹിമാനികളെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ, ഗ്ലേസിയേഴ്സ് ഒന്നും അല്ലേ, ഹിമാനികൾ എന്ന് പറഞ്ഞല്ലോ. ചലിക്കുന്ന മഞ്ഞുപാളികളെയാണ് കേട്ടോ ഗ്ലേസിയേഴ്സ് അല്ലേ ഹിമാനികൾ എന്ന് പറയുന്നത്. ഇത് ഈ അപക്ഷയം സംഭവിക്കാമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അപക്ഷയം എന്ന് വെച്ചാൽ നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിലെ അല്ലെ ഭൗമോ ഉപരിതലത്തിലെ ശിലകളിൽ ഉണ്ടാകുന്ന, ഇതൊന്ന് റഫായിട്ട് മനസ്സിലാക്കി വെക്കുക, ഭൗമോപരിതലത്തിലെ ശിലകളിൽ ഉണ്ടാകുന്ന ഭൗതികമോ അതേ രാസികമോ ആയ ജൈവികമോ ആയ ഭൗതികമോ അതുപോലെ തന്നെ രാസികമോ ഭൗതികവും രാസികമോ കെമിക്കലില്ലേ അതുപോലെ ജൈവികമോ ആയ വിഘടനം അഥവാ ശിഥിലീകരണത്തിനെയാണ് നമ്മൾ അപക്ഷയം എന്ന് പറയുന്നത്. അതൊന്ന് റഫായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചേക്കണേ കേട്ടോ. ചിലപ്പോൾ അഥവാ എങ്ങാണോ ഒരു മാർക്കിട്ട് ചോദിച്ചാലോ. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അപ്പം നമ്മളിനി രണ്ടാമത് അപ്പം നമ്മൾ പഠിക്കുന്നത് എന്തോത്തിനെ കുറിച്ചാണെന്ന് അറിയണേ. എന്താണ്ട് യൂറോപ്പിൻ്റെ ഭൂമിശാസ്ത്ര സവിശേഷതകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അതിൻ്റെ നമ്മൾ ഒന്നാമത് നോർത്ത് വെസ്റ്റേൺ ഹൈലാൻഡ്സിനെ കുറിച്ചാണ് നമ്മൾ ഒന്നാമത് പറഞ്ഞത്. അടുത്ത നമ്മൾ നോർത്ത് യൂറോപ്യൻ പ്ലെയിൻസിനെ, ഓർഡർ ഒന്നും വേണ്ട, 4 എണ്ണം ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. നോർത്ത് യൂറോപ്യൻ പ്ലെയിൻസിനെ കുറിച്ചാണ് കുഞ്ഞുങ്ങളെ അടുത്ത നമ്മൾ പഠിക്കുന്നത്. അതായത് ഉത്തര യൂറോപ്യൻ സമതലങ്ങളെ കുറിച്ചാണ് ഇനി നമ്മൾ പറയുന്നത്. ഉത്തര യൂറോപ്യൻ പ്ലെയിൻസ് പ്രധാനപ്പെട്ട ഓരോ വരികൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും പ്രധാനപ്പെട്ട 1-2 വരി കാരണം ടെസ്റ്റിൽ ഒരുപാട് നോട്ടുകളുണ്ട്, അതൊന്നും നമ്മൾ എഴുതിയിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ടത് നോക്കിയേ നോർത്ത് യൂറോപ്യൻ പ്ലെയിൻസ് അല്ലെങ്കിൽ ഉത്തര യൂറോപ്യൻ സമതലങ്ങൾ. ദ നോർത്ത് യൂറോപ്യൻ പ്ലെയിൻസ് ആർ ലൊക്കേറ്റഡ് സൗത്ത് ഓഫ് ദ നോർത്ത് വെസ്റ്റേൺ ഹൈലാൻഡ്സ് അല്ലേ. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് ദ ഗ്രേറ്റ് യൂറോപ്യൻ പ്ലെയിൻസ്. The North European plains are located south of the northwestern highlands. It is also known as the Great European Plains. വടക്ക് പടിഞ്ഞാറൻ കുന്നുകളുടെ തെക്ക് ഭാഗത്തായിട്ട് ഉത്തര യൂറോപ്യൻ സമതലങ്ങൾ സ്ഥിതി ചെയ്യുന്നു. ഇവയെ ദ ഗ്രേറ്റ് യൂറോപ്യൻ പ്ലെയിൻ എന്ന് അറിയപ്പെടുന്നു. വടക്കു പടിഞ്ഞാറൻ കുന്നുകളുടെ തെക്ക് ഭാഗത്തായിട്ട് ഉത്തര യൂറോപ്യൻ സമതലങ്ങൾ സ്ഥിതി ചെയ്യുന്നു. ഇവയെ ദ ഗ്രേറ്റ് യൂറോപ്യൻ പ്ലെയിൻ എന്നാണ് അറിയപ്പെടുന്നത്. ഒന്നാമത്തെ വരി ഓർത്ത് വെച്ചാൽ നമ്മൾ എന്തോത്തിനെ കുറിച്ചാണ് പഠിക്കുന്നതെന്നൊരു ബോധം വേണേ കേട്ടോ. നോർത്ത് യൂറോപ്യൻ പ്ലെയിൻസിനെ കുറിച്ചാണ്. അപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ വരിയാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ദീസ് പ്ലെയിൻസ് ഏതാ നോർത്ത് യൂറോപ്യൻ പ്ലെയിൻസിൽ എക്സ്റ്റെൻഡ് ഫ്രം ദ യൂറാൽ മൗണ്ടൻസ് ഇൻ ദ ഈസ്റ്റ് ടു ദ അറ്റ്ലാന്റിക് ഓഷൻ ഇൻ ദ വെസ്റ്റ്. നമ്മൾ ഈ കിഴക്ക് യൂറൽ പർവ്വതങ്ങൾ മുതൽ അല്ലേ കിഴക്ക് യൂറൽ പർവ്വതങ്ങൾ മുതൽ പടിഞ്ഞാറ് അറ്റ്ലാന്റിക് സമുദ്രം വരെ ഈ സമതലം വ്യാപിച്ച് കിടക്കുന്നു. കിഴക്ക് യൂറൽ പർവ്വതങ്ങൾ മുതൽ
കിഴക്ക് എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചതാ അല്ലേ? കിഴക്ക് യൂറൽ പർവ്വതങ്ങൾ മുതൽ അങ്ങ് പടിഞ്ഞാറ് അറ്റ്ലാന്റിക് സമുദ്രം വരെ. നിങ്ങൾ ആ പടം നോക്കിയാൽ നിങ്ങൾക്കറിയാം കിഴക്കും പടിഞ്ഞാറും ഒക്കെ എവിടെയാണ് കേട്ടോ. കിഴക്ക് യൂറൽ പർവ്വതങ്ങൾ മുതൽ പടിഞ്ഞാറ് അറ്റ്ലാന്റിക് സമുദ്രം വരെയാണ് ഈ സമതലം വ്യാപിച്ചു കിടക്കുന്നത്. ഇത് സമതലമാ നോർത്ത് യൂറോപ്യൻ പ്ലെയിൻസ് കേട്ടോ. 2 വരിയേ ഉള്ളൂ കേട്ടോ. ഇതുപോലെ തന്നെ അങ്ങ് പഠിക്കുക. നോർത്ത് യൂറോപ്യൻ പ്ലെയിൻസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇതുപോലെ തന്നെ അങ്ങ് പഠിക്കണം കുഞ്ഞില്ലേ. ഞാനിങ്ങനെ കാണിക്കുന്നത് തന്നെ നിങ്ങൾക്ക് അത് കണ്ട് ഇംഗ്ലീഷും മലയാളവും ഉള്ളത് കൊണ്ടാണ് കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ. ഇനി അതിനകത്ത് തന്നെ നമ്മളോട് ഒരു മാർക്കിൻ്റെ ഒരു ചോദ്യം ഉണ്ട് കേട്ടോ. എന്താണെന്നറിയോ? ലോങ്ങസ്റ്റ് റിവർ ഇൻ യൂറോപ്പ്. നമ്മൾ അതിനകത്തിൽ തന്നെ നമ്മൾ ഒരുപാട് വൺ വേഡ് മാത്രമായിട്ട് നമ്മുടെ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട് കുഞ്ഞുങ്ങളെ കേട്ടോ. ക്രിസ്മസ് എക്സാമിന് വേണ്ടുന്ന വൺ വേഡ് ക്വസ്റ്റ്യൻ എന്നും പറഞ്ഞിട്ട് എക്സാം റിവിഷൻ എന്നും പറഞ്ഞിട്ട് ഞാനൊരു തമ്പനിയിലൊക്കെ കൊടുത്ത് ഇട്ടായിരുന്നു. കാരണം 1 മാർക്കിൻ്റെ മാത്രം ക്വസ്റ്റ്യൻ ആൻസറുകളാണ് ഈ എല്ലാ ചാപ്റ്ററിൻ്റെയും കൂടെ. നിങ്ങളുടെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടുന്ന എല്ലാ ചാപ്റ്ററിൻ്റെയും കൂടെ ഒരു ഇതാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. നിങ്ങൾ അത് അങ്ങ് പഠിക്കണേ കേട്ടോ. ലോങ്ങസ്റ്റ് റിവർ ഇൻ ദ യൂറോപ്പ്. നമ്മൾ പഠിക്കുന്ന യൂറോപ്പിനെ കുറിച്ചാണ്. ഈ യൂറോപ്പിലെ ഏറ്റവും നീളം കൂടിയ നദി, യൂറോപ്പിലെ ഏറ്റവും നീളം കൂടിയ നദിയെ വോൾഗ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഉത്തര യൂറോപ്യൻ സമതലങ്ങളിൽ വ്യാപകമായി കാണപ്പെടുന്ന പുൽമേടിനെ കേട്ടോ മോസ്റ്റ് വൈഡ് സ്പ്രെഡ് ഗ്രാസ് ലാൻഡ് ഇൻ ദ നോർത്ത് യൂറോപ്യൻ പ്ലെയിൻസിനെ സ്റ്റേപ്പിസ് എന്നാണ് പറയുന്നത് കേട്ടോ. സ്റ്റേപ്പിസ് കേട്ടോ. മാലിയസ് ഇൻകസ് സ്റ്റേപ്പിസ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ ചെവിക്കകത്തിലുണ്ട് അല്ലേ. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റേപ്പിസ്. പക്ഷെ ഇവിടെ അതങ്ങനല്ല. ഉത്തര യൂറോപ്യൻ സമതലങ്ങളിൽ വ്യാപകമായിട്ട് കാണപ്പെടുന്ന പുൽമേടുകളെയാണ് സ്റ്റേപ്പിസ് എന്ന് പറയുന്നത്. സ്റ്റേപ്പസ് എന്ന് ചിലർ പറയും, സ്റ്റേപ്പിസ് എന്ന് പറയും കേട്ടോ. സ്പെല്ലിങ് പറയണേ. സ്റ്റേപ്പസ് PPES ആയതുകൊണ്ട് സ്റ്റേപ്പസ് എന്ന് പറയാം, സ്റ്റേപ്പിസ് എന്ന് പറയാം. മോസ്റ്റ് വൈഡ് സ്പ്രെഡ് ഗ്രാസ് ലാൻഡ് ഇൻ ദ നോർത്ത് യൂറോപ്യൻ പ്ലെയിൻസിനെയാണ് സ്റ്റേപ്പിസ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമ്മൾ അതിനകത്തിലെ മൂന്നാമത്തെയാണ് ഏതാ? നമ്മൾ 4 ഉണ്ടെന്ന് പറഞ്ഞായിരുന്നേ. നമ്മളതിൻ്റെ 1 നോർത്ത് വെസ്റ്റേൺ ഹൈലൻഡ്സ്, പിന്നെ നമ്മൾ നോർത്ത് യൂറോപ്യൻ പ്ലെയിൻസ്, ഇനി അടുത്തത് സെൻട്രൽ അപ്ലാൻഡിനെ കുറിച്ചാണ്. എന്ന് വെച്ചാൽ മധ്യ ഉന്നത തടാകങ്ങളെ കുറിച്ചാണ് അടുത്ത പഠിക്കുന്നത്. ഉത്തര യൂറോപ്യൻ സമതലങ്ങളുടെ തെക്ക് ഭാഗത്തായിട്ട് മധ്യ ഉന്നത തടങ്ങൾ സ്ഥിതി ചെയ്യുന്നു അല്ലേ. റൈന്, റോണ് എന്നീ നദികളാണ് ഈ പ്രദേശത്തെ ജലസമ്പുഷ്ടമാക്കുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കാം, മധ്യ ഉന്നത തടങ്ങളിലെ അല്ലേ പ്രദേശത്തെ ജലസമ്പുഷ്ടമാക്കുന്ന 2 നദികൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ നിങ്ങളെ? റൈനും റോണുമാണ്. RHONE റോണാണ് കേട്ടോ. അതൊന്ന് റഫായിട്ട് പഠിച്ചു വെച്ചേക്കണേ. നിങ്ങളുടെ ടെസ്റ്റിൽ തന്നെ ഓൾറെഡി ആ വരികളെല്ലാം കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം നോക്കിയാൽ ഞാൻ ഇതിൽ എഴുതി വെച്ചേക്കുന്നത് കേട്ടോ. ഉത്തര യൂറോപ്യൻ സമതലങ്ങളുടെ തെക്ക് ഭാഗത്തായിട്ട് മധ്യ ഉന്നത തടങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ മധ്യ ഉന്നത തടങ്ങൾ നമ്മളിത് പഠിക്കാനില്ലേ, അത് എവിടെയാണ്? ഉത്തര യൂറോപ്യൻ സമതലങ്ങളുടെ തെക്ക് ഭാഗത്താണ്. ഇവിടെ റൈൻ എന്ന് പറയുന്നത്, റോൺ എന്ന് പറയുന്നത് നദികളുണ്ട് കേട്ടോ. എന്നീ നദികൾ ഈ പ്രദേശത്ത് ജലസമ്പുഷ്ടമാക്കുന്നു. ഓക്കെ ആണോ? മേജർ ലാൻഡ് ഫോം ഓഫ് ദ സെൻട്രൽ അപ്ലാൻഡ്, അതായത് മധ്യ ഉന്നത തടങ്ങളിലെ പ്രധാന ഭൂരൂപങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മുടെ ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അതായത് നടിയതാവുന്നല്ലേ, അതുകൊണ്ട് ഞാനത് എഴുതിയില്ല. കാരണം ഓൾറെഡി നല്ല വൃത്തിയായിട്ട് നമ്മുടെ ടെസ്റ്റിൽ അടിച്ചു വെച്ചിട്ടുണ്ട്. മധ്യ ഉന്നത തടങ്ങളിലെ പ്രധാന ഭൂരൂപങ്ങൾ നോക്കിക്കേ. ഭൂരൂപങ്ങൾ ഏതൊക്കെയാണ്? റൈൻ താഴ്വര, വോസ്ഗസ് പർവ്വതങ്ങൾ, ജൂറ പർവ്വതങ്ങൾ, സെൻട്രൽ മാസിഫ് പീഠഭൂമി. ഇതൊക്കെ ഇവിടെ ഫ്രാൻസ് രാജ്യവും തന്നിട്ടുണ്ട്. ഫ്രാൻസ്. ആൻഡനീസ് പർവ്വതങ്ങളുണ്ട്. ആന്റണി പെരുമ്പാവൂർ അല്ല, ആന്റണീസ് പർവ്വതങ്ങൾ അല്ലേ. അതേതാ? ബെൽജിയമാണ്. ബെൽജിയം കേട്ടോ. പേര് ഭൂരൂപങ്ങളും അത് രാജ്യങ്ങളുമാണ് കൊടുത്തിരിക്കുന്നത്. ആന്റനീസ് പറയാൻ പഠിക്കണേ. ആന്റനീസ് പർവ്വതങ്ങൾ അല്ലേ, ബെൽജിയം. പിന്നെ ഇതുകൊണ്ട് നോക്കിയേ, റൈൻ താഴ്വര, വോസ്കസ് പർവ്വതങ്ങൾ, ജൂറ പർവ്വതങ്ങൾ, സെൻട്രൽ മാസിഫ് പീഠഭൂമി, ഇതൊക്കെ ഫ്രാൻസ് ആണ്. ഇനിയും 2 കൂടെ ഉണ്ടോ നിങ്ങൾ നോക്കിക്കേ? 3 ഉണ്ടല്ലേ. ബ്ലാക്ക് ഫോറസ്റ്റ് പർവ്വതങ്ങൾ, അതുപോലെ തന്നെ ഹാർസ് പർവ്വതങ്ങൾ, ഇതൊക്കെ ജർമ്മനിയാണ്. ബ്ലാക്ക് ഫോറസ്റ്റ് അല്ലേ, മുട്ടായിയാണോ? പർവ്വതങ്ങളും അതുപോലെ തന്നെ ഹാർസ് പർവ്വതങ്ങളൊക്കെ ജർമ്മനി. ഇനി മസേറ്റ പീഠഭൂമി, വെറൈറ്റി അല്ലേ, മനസ്സിൽ നിൽക്കുന്ന പേരുകൾ തന്നെ അല്ല ഇല്ലയോ, വെടിക്കെട്ട് പേരുകളാണ്. മസേറ്റ പീഠഭൂമി എന്ന് വെച്ചാൽ സ്പെയിനാണ് അല്ലേ. ബൊഹീമിയൻ പീഠഭൂമി ചെക്ക് റിപ്പബ്ലിക്. അതൊക്കെ അതിൻ്റെയൊക്കെ പടം താണ്ടി ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. റിപ്പബ്ലിക് ഇതിനകത്തിലുണ്ട്, തപ്പിയെടുത്താൽ മതി കേട്ടോ.
നിങ്ങൾ നല്ലപോലെ ഒന്ന് തപ്പിയെടുത്താൽ മതി, ഇതിനകത്തിലെല്ലാം ഉണ്ട് കേട്ടോ. കേട്ടോ, അതുപോലെ തന്നെ നിങ്ങൾ അത് അത്രയാവും കുഞ്ഞുങ്ങളെ. അതുപോലെ തന്നെ ജുറാസിക് പാർക്ക്, നിങ്ങൾ ഈ പച്ച ബോക്സൊക്കെ ഒന്നുകൂടെ ഒന്ന് നോക്കണം കേട്ടോ. ഇതിനകത്തിലെ ഹിമാനീകരണം, ഗ്ലേസിയേഴ്സ്, അപക്ഷയം, മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, അതായത് ചലിക്കുന്ന മഞ്ഞുപാളികളെ കുഞ്ഞുങ്ങളെ നമ്മൾ ഹിമാനികൾ എന്ന് പറയുന്നത്. മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, ചലിക്കുന്ന മഞ്ഞുപാളികളെയാണ് ഹിമാനികൾ എന്ന് പറയുന്നത്. ഇവയുടെ ചലനത്തിൻ്റെ ഫലമായിട്ട്, ഇവ ഇങ്ങനെ ചലിക്കുന്നതിൻ്റെ ഫലമായിട്ട് എന്താണെന്ന് പറയുക, വ്യത്യസ്ത ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും അതിൻ്റെ ഉപരിതലത്തിൽ രൂപമാറ്റം വരുത്തുകയും ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഹിമാനീകരണം ഉണ്ടാകുന്നത്. മനസ്സിലായോ? ഹിമാനികൾ എന്ന് വെച്ചാൽ ചലിക്കുന്ന മഞ്ഞുപാളികളെ നമ്മൾ ഹിമാനികൾ എന്ന് പറയുന്നു. അങ്ങനെ ചലിക്കുമ്പോൾ അവിടെ വ്യത്യസ്ത ഭൂരൂപങ്ങൾ അവിടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. മനസ്സിലായോ? അന്നേരം ആ രൂപപ്പെടുന്നതിൻ്റെ ഉപരിതലത്തിൽ രൂപമാറ്റം വരുത്തുന്നുണ്ട്. ഇതിനെ നമ്മൾ ഹിമാനീകരണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഭൗമോപരിതലത്തിലെ ശിലകളിലുണ്ടാകുന്ന ഭൗതികമോ രാസികമോ ജൈവികവുമായ വിഘടനത്തിനെ നമ്മൾ അപക്ഷയം എന്നും പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ആ ബോക്സൊക്കെ ഒന്ന് നോക്കണേ. ഞാൻ ഇവിടെ ഒരു ജുറാസിക് പാർക്കിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്. ജുറാസിക് പാർക്ക് എന്ന ചലച്ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ലോകത്തിലെ ഏറ്റവും വലിയ ജീവിയായിരുന്ന ദിനോസറുകൾ ജീവിച്ചിരുന്നത് ജുറാസിക് കാലഘട്ടത്തിലാണ്. ഏകദേശം 143 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഈ കാലഘട്ടത്തിലെ ശിലകൾ യൂറോപ്പിലെ ജൂറാ പർവ്വത നിരകൾ, യൂറോപ്പിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നതുകൊണ്ടാണ് ഈ ജുറാസിക് പാർക്കിനെ എടുത്തുകൊണ്ട് വന്നത് കേട്ടോ. എന്താണ്? ഏകദേശം 143 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഈ കാലഘട്ടത്തിലെ ശിലകൾ യൂറോപ്പിലെ ജൂറാ പർവ്വത നിരകളിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ളതിനാലാണ് ജുറാസിക് കാലഘട്ടത്തിന് ആ പേര് വന്നത്. ജുറാസിക് പാർക്ക് കണ്ടോ, ജുറാസിക് കാലഘട്ടത്തിന് ആ പേര് ലഭിച്ചത്. എത്ര വർഷം മുമ്പാന്ന് നോക്കിയേ, 143 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന അല്ലേ. അതൊക്കെ നമ്മുടെ അച്ഛനപ്പൂപ്പന്മാരും വല്ലതും ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ ഡ്രാക്കുള കോട്ട എന്ന് പറയുന്നത്, ഞാനിതെന്തിനാണ് വായിക്കുന്നത്, ഈ പച്ച ബോക്സ് ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക എന്നുള്ളത് കേട്ടോ. സ്നേഹിത, കാർപാത്തിനിലേക്ക് സ്വാഗതം. ലണ്ടനിൽ നിന്നുള്ള യാത്ര സുഖകരമായിരുന്നെന്ന് കരുതുന്നു. എനിക്ക് നിങ്ങളെ കാണാൻ ധൃതിയായി. ഇന്നും സുഖമായി ഉറങ്ങുക. നാളെ 3 മണിക്ക് ബുക്കോവിനോയ്ക്ക് പുറപ്പെടുന്ന വണ്ടിയിൽ നിങ്ങൾക്കൊരു സീറ്റ് ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. എൻ്റെ നാട്ടിലെ താമസം നിങ്ങൾ ഇഷ്ടപ്പെടാതിരിക്കില്ലെന്ന വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വന്തം ഡ്രാക്കുള. 1 നൂറ്റാണ്ടിൽ കൂടുതലായിട്ട് ലോകമെമ്പാടുമുള്ള വായനക്കാരെ ഭയത്തിൻ്റെ മുൾമുനയിൽ നിർത്തിയിരുന്ന ഡ്രാക്കുള എന്ന നോവലിലെ ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചത്. ലണ്ടൻ നഗരത്തിൽ കൊട്ടാരം വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഡ്രാക്കുള പ്രഭു എന്ന രക്തരക്ഷസിനെ തേടി നായകനായ നമ്മുടെ ജൊനാഥൻ ഹാർക്കർ ഡ്രാക്കുള കോട്ടയിൽ എത്തുന്നതാണ് ഈ നോവലിൻ്റെ തുടക്കം. ഈ ഡ്രാക്കുള എന്ന് പറയുന്നത് നിങ്ങളിൽ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? നിങ്ങളെ സത്യം പറ, നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ അങ്ങനെ ഒരു പുസ്തകം? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് പറയണേ കേട്ടോ. അതുപോലെ തന്നെ ഐറിഷ് എഴുത്തുകാരനായ ബ്രാം സ്റ്റോക്കർ 1897 എഴുതിയ ഈ നോവലിൻ്റെ മിക്ക ഭാഗങ്ങളുടെയും പശ്ചാത്തലമായ ഡ്രാക്കുള കോട്ട കാർപാത്യൻ മലനിരകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു വാക്കിന് വേണ്ടിയാണ് നമ്മൾ ഇത്രയും വന്നത്. ഈ ഡ്രാക്കുള കോട്ട എവിടെയാണെന്ന്, എവിടെ കുഞ്ഞുങ്ങളെ? കാർപാത്യൻ മലനിര. നമ്മൾ മുമ്പേ ഒരെണ്ണത്തിൽ പഠിച്ചായിരുന്നു കാർപാത്യൻ കേട്ടോ. കാർപാത്യൻ മലനിരകളിലാണ് ഈ ഡ്രാക്കുള കോട്ട സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ മടക്ക് പർവ്വതങ്ങൾ അല്ലേ, ബേക്കറി കിട്ടുന്ന മടക്കല്ല കേട്ടോ. ഭൂമിയുടെ പുറംപാളിയായ ഭൂവൽക്കവും മാൻഡിലിൻ്റെ ഉപരിഭാഗവും ചേർന്ന് പൊതുവെ ഖര അവസ്ഥയിലുള്ള മണ്ഡലമാണ് ലിത്തോസ്ഫിയർ അല്ലെങ്കിൽ ശിലാമണ്ഡലം എന്ന് പറയുന്നത്. ക്രമരഹിതമായ അരികുകളോടുകൂടിയ കഷ്ണങ്ങളായിട്ടാണ് ഈ ശിലാമണ്ഡലം നിലകൊള്ളുന്നത്. അനേകായിരം കിലോമീറ്റർ വിസ്തൃതിയും ശരാശരി 100 കിലോമീറ്റർ കനവുമുള്ള ഇവയെ ശിലാമണ്ഡല ഫലകങ്ങൾ അല്ലെ ലിത്തോസ്ഫെറിക് പ്ലേറ്റ്സ് എന്ന് അറിയപ്പെടുന്നു. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കണേ. ഈ ഫലകങ്ങൾ പരസ്പരം കൂട്ടിമുട്ടുന്ന ഫലകാതിരുകളിൽ ശിലാപാളികൾ മടങ്ങി ഉയർന്ന് രൂപം കൊള്ളുന്ന പർവ്വതങ്ങളെ നമ്മൾ മടക്ക് പർവ്വതങ്ങൾ എന്ന് പറയുന്നു. ഉദാഹരണം ഹിമാലയ പർവ്വതം. മടക്ക് പർവ്വതങ്ങൾക്ക് ഉദാഹരണം ഏതാ കുഞ്ഞുങ്ങളെ? ഹിമാലയ പർവ്വതം. അതിന് അങ്ങനെ വരാൻ കാരണം എന്താണെന്നാണ് അത് നേരിട്ട് നമുക്ക് തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ എഴുതിയില്ല. നിങ്ങളുടെ ടെസ്റ്റിൽ കിടപ്പുണ്ട്. മടക്ക് പർവ്വതങ്ങൾ അല്ലെങ്കിൽ നമ്മൾ
ഇപ്പം നമ്മളെ ലിത്തോസ്ഫിയർ എന്താണെന്ന് അതിനകത്തിലുണ്ട്. ലിത്തോസ്ഫിയറിക്ക് പ്ലേറ്റ്സ് എന്നാൽ എന്തുണ്ട് കേട്ടോ, ശിലാമണ്ഡലങ്ങളും ശിലാമണ്ഡല ഫലകങ്ങളും അതുപോലെ തന്നെ മടക്ക് പർവ്വതങ്ങൾ എന്നാൽ എന്തെന്നും നിങ്ങൾ നല്ലതുപോലെ ആ ടെസ്റ്റ് കിടപ്പുണ്ട്, അത് പഠിക്കണം. ഞാനത് എഴുതിയിട്ടില്ല, കാരണം ഓൾറെഡി അത് നല്ല രീതിയിൽ തന്നെ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ 3 കുറിച്ച് പറഞ്ഞു. അടുത്ത നമ്മൾ ആൽപൈൻ മൗണ്ടൻ സിസ്റ്റത്തെക്കുറിച്ചാണ്. 4 എണ്ണമായിട്ട് നമ്മൾ തിരിച്ചായിരുന്നല്ലോ, അതിലെ 4ാമത്തെയാണ് ആൽപൈൻ മൗണ്ടൻ സിസ്റ്റം. ഈ ആൽപൈൻ മൗണ്ടൻ സിസ്റ്റം എന്നല്ല പർവ്വതനിരകൾ എന്ന് വെച്ചാൽ എന്താവും നിങ്ങളെ? ദ ആൽപൈൻ മൗണ്ടൻ സിസ്റ്റം ഈസ് എ സീരീസ് ഓഫ് ഫോൾഡ് മൗണ്ടൻസ് വിത്ത് പാരലൽ റേഞ്ചസ് ലൊക്കേറ്റഡ് സൗത്ത് ഓഫ് ദ സെൻട്രൽ അപ്ലാൻഡ്. മധ്യ ഉന്നത തടത്തിന് തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യും. നമ്മുടെ തൊട്ട് മുന്നിൽ സെൻട്രൽ അപ്ലാൻഡ് പറഞ്ഞല്ലോ, മധ്യ ഉന്നത തടങ്ങൾ. അതിൻ്റെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സമാന്തര നിരകൾ, പാരൽ എന്ന് വെച്ചാൽ എന്താണ്, ഒന്നൊന്നിനോട് മുട്ടാതെ അല്ലേ, സമാന്തര നിരകളോട് കൂടിയ മടക്ക് പർവ്വതങ്ങളെയാണ് നമ്മൾ ആൽപൈൻ പർവ്വതങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങൾ വേണമെങ്കിൽ യൂട്യൂബിലൊന്ന് അടിച്ചു നോക്കിയത് ഈ ആൽപൈൻ പർവ്വതങ്ങൾ എങ്ങനെയാണെന്ന് കേട്ടോ. അതിനകത്തിൽ പടം കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും കേട്ടോ. മധ്യ ഉന്നത തടത്തിന് തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സമാന്തര നിരകളോട് കൂടിയ മടക്ക് പർവ്വതങ്ങളെയാണ് ആൽപൈൻ പർവ്വതങ്ങൾ എന്ന് പറയുന്നത്. ദ മെയിൻ ആൽപൈൻ മൗണ്ടൻ റേഞ്ച് ആർ ദ ആൽപ്സ്. ഏതൊക്കെയാണെന്ന് നോക്കിയേ, ആൽപ്സ്, കോക്കസസ്, കാർപ്പാത്യൻ. ഇപ്പം നമ്മൾ പറഞ്ഞാലല്ല കാർപ്പാത്യൻ, ഏതാ നമ്മുടെ ഡ്രാക്കുള കോട്ട അല്ലേ, കാർപ്പാത്യൻ, ആ പേര് ഓർത്തോണ്ടേ നിങ്ങൾ, എന്നിവയാണ് ആൽപൈൻ പർവ്വത നിരകൾ കേട്ടോ. ആൽപ്സ്, കോക്കസസ്, കാർപ്പാത്യൻ എന്നിവയാണ് ആൽപൈൻ പർവ്വത നിരകൾ. അപ്പോൾ ആൽപൈൻ പർവ്വത നിരയെക്കുറിച്ച് ആ 2 വരിയേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മൾ എന്തോത്തിനെ കുറിച്ചാണ് ഈ പറഞ്ഞതൊക്കെ അത് ഓർത്തോണേ. നമ്മൾ യൂറോപ്പിൻ്റെ ഭൂമിശാസ്ത്ര സവിശേഷതകളെ കുറിച്ചാണ് 4 പറഞ്ഞത്. അത് വൃത്തിയായിട്ട് പഠിക്കണം. ഇനി 1 വേർഡായിട്ട് ചോദിക്കാം കുഞ്ഞുങ്ങളെ, യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, ഹയസ്റ്റ് പീക്ക് ഇൻ യൂറോപ്പ്, കോക്കസ് പർവ്വതനിരയിലെ മൗണ്ട് എൽബ്രസ് ആണ് കേട്ടോ. പേരൊക്കെ നോക്കിയേ, കോക്കസ് പർവ്വതനിരയിലെ മൗണ്ട് എൽബ്രസ് ആണ് കേട്ടോ. ആ പേര് കണ്ടോ, ഞാൻ ആ മലയാളം ഇംഗ്ലീഷ് എഴുതിയതുകൊണ്ട് നിങ്ങൾക്കത് വായിക്കാൻ പറ്റത്തില്ലേ. മടക്ക് പർവ്വതങ്ങൾ എന്നാൽ എന്തെന്നൊന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഓക്കെ. ലോകത്ത് മരുഭൂമി ഇല്ലാത്ത ഭൂഖണ്ഡം, ഒരു മാർക്കിൻ്റെ ചോദ്യമാണ്. മരുഭൂമിയേ ഇല്ലാത്ത ഒരു ഭൂഖണ്ഡമാണ് നമ്മുടെ യൂറോപ്പ്. യൂറോപ്പ് ഈസ് ദ ഓൺലി കോണ്ടിനെന്റ് ഇൻ ദ വേൾഡ് വിത്തൗട്ട് ഡിസേർട്ട് കേട്ടോ. ഒരു മാർക്കിൻ്റെ ചോദ്യം അത്. ഓക്കെ ആണല്ലോ. അടുത്ത ഏത് പ്രദേശമാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്? ഏത് പ്രദേശമാണ് മത്സ്യബന്ധനത്തിന് പേര് കേട്ടത്? അത് കാരണം എന്താണ്? നമ്മളിപ്പോൾ കുറേ പഠിച്ചതിൽ ഏത് പ്രദേശമാണ് മത്സ്യബന്ധനത്തിന് പേര് കേട്ടത്, അതിൻ്റെ കാരണം എന്താണെന്നാവും കുഞ്ഞുങ്ങളെ. വിച്ച് റീജിയൻസ് ഈസ് ഫേമസ് ഫോർ ഫിഷിംഗ്? വൈ? ഫേമസ് ഫോർ ഫിഷിംഗ്, വൈ? The Scandinavian region is famous for fishing. This is due to the favorable conditions in the fjords and the abundance of fish. നമ്മുടെ സ്കാൻഡിനേവിയൻ പ്രദേശം മത്സ്യബന്ധനത്തിന് പേര് കേട്ടതാണ് കേട്ടോ. മീൻ ഏറ്റവും നല്ലപോലെ കിട്ടുന്ന ഒരു സ്ഥലമാണ് സ്കാൻഡിനേവിയൻ അല്ലേ. ഫിജോയിഡ് അല്ലെ ഫിയോയിഡ്, ഫിജോൻ ജെ ഉള്ളത് കൊണ്ട് ഞാൻ ഈ ഫിയോയിഡ് എന്നാണ് കറക്റ്റ് കേട്ടോ. ഞാൻ ജെ പറയുന്നത് നിങ്ങൾ ചിലർ എഴുതുമ്പോൾ ജെ കാണുന്നില്ല, അതുകൊണ്ടാണ് ഫിജോയിഡ് എന്ന് എടുത്ത് പറയുന്നത്. ഫിയോയിഡുകൾ എന്നാണ് കറക്റ്റ് കേട്ടോ. ജെ അവിടെ സൈലൻ്റാ. ഫിയോയിഡുകളുടെ അനുകൂല സാഹചര്യങ്ങളും തന്മൂലമുള്ള മത്സ്യലഭ്യതയുമാണ് കുഞ്ഞുങ്ങളെ ഇതിന് കാരണം കേട്ടോ. അനുകൂല സാഹചര്യങ്ങളും തന്മൂലമുള്ള മത്സ്യലഭ്യതയുമാണ് ഇതിന് കാരണം. അതൊരു 2 മാർക്കിൻ്റെ ചോദ്യം കേട്ടോ നമ്മുടെ ടെസ്റ്റിലെ. വാട്ട് ആർ ദ ഫിസിയോഗ്രാഫിക് ഡിവിഷൻസ് ഓഫ് യൂറോപ്പ്? നമ്മളിപ്പോൾ പറഞ്ഞതാ അല്ലേ, യൂറോപ്പിൻ്റെ ഭൂപ്രകൃതി വിഭാഗങ്ങൾ ഏതെല്ലാമാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തതാണ് കേട്ടോ. അടുത്ത സ്കാൻഡിനേവിയൻ പ്രദേശം സഞ്ചാരികളുടെ പ്രിയപ്പെട്ട കേന്ദ്രമായി മാറുന്നതിൻ്റെ പ്രധാന കാരണങ്ങൾ. 3 മാർക്കിനോ 5 മാർക്കിനോ ഒക്കെ ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യം കുഞ്ഞുങ്ങളെ. നമ്മൾ സ്കാൻഡിനേവിയൻ്റെ പ്രദേശം പഠിച്ചില്ലേ, ഇത് സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ട കേന്ദ്രമായിട്ട് മാറുന്നതിൻ്റെ പ്രധാന കാരണം എന്താ? ഇപ്പം നമ്മൾ പറഞ്ഞു മീനൊക്കെ ഇഷ്ടം പോലെ കിട്ടും അല്ലേ. അത് മാത്രമല്ല അവിടെ നല്ല കാലാവസ്ഥയാണ്. നമുക്ക് നോക്കാം. വാട്ട് ആർ ദ മെയിൻ റീസൺസ് വൈ സ്കാൻഡിനേവിയ ഈസ് എ പോപ്പുലർ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ്? അതാണ് നമ്മുടെ ചോദ്യം. നോക്കാം. സ്കാൻഡിനേവിയ ഈസ് എ റീജിയൻ വിത്ത് മെനി ബ്യൂട്ടിഫുൾ നാച്ചുറൽ ഫീച്ചേഴ്സ് ദാറ്റ് അട്രാക്ട് ടൂറിസ്റ്റ്.
അല്ലേ? ദ റീജിയൻ ഈസ് റിച്ച് ഇൻ സ്നോ ക്യാപ്ഡ് മൗണ്ടൻസ്. നമ്മൾ ആദ്യം ഇതൊന്ന് പഠിച്ചത് ഓർമ്മയുണ്ടോ? ഗ്ലേസിയേഴ്സ്, ഫാസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ്, ബ്യൂട്ടിഫുൾ ഫോറസ്റ്റ് ആൻഡ് ലേക്സ്. ദ ബ്യൂട്ടി മേക്ക് സ്കാൻഡിനേവിയ ഓഫ് ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻസ് ഫോർ ടൂറിസ്റ്റ് ഫ്രം ആൾ ഓവർ ദ വേൾഡ്. മുമ്പ് നമ്മൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയതാവും നിങ്ങളെ അല്ലേ? അതായത് സ്കാൻഡിനേവിയൻ പ്രദേശത്തെ മനോഹരമാക്കുന്ന നിരവധി പ്രകൃതി സവിശേഷതകളാണ് സഞ്ചാരികളെ ആകർഷിക്കുന്നത്. മഞ്ഞു മൂടിയ കുന്നുകൾ, ഹിമാനികൾ, വളരെ വേഗത്തിലൊഴുകുന്ന നദികൾ, മുമ്പ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞതാണ്. മനോഹരമായ വനങ്ങൾ, തടാകങ്ങൾ എന്നിവയാൽ സമ്പന്നമാണ് ഈ പ്രദേശം. ഈ ദൃശ്യഭംഗി സ്കാൻഡിനേവിയയിൽ ലോകമെമ്പാടുമുള്ള സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമായിട്ട് മാറുന്നു എന്നാണ്. ഇത് വൃത്തിയായിട്ട് ഇത് ഒരുപാട് ചോദ്യം സ്കാൻഡിനേവിയയെ സംബന്ധിച്ചുണ്ട് കേട്ടോ. നിങ്ങൾ അറിയാവുന്ന കാര്യങ്ങൾ അറിയാവുന്ന വെച്ചാൽ ഇത് തന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റുകൾ എഴുതി വെച്ചേക്കുന്നത്, ഇത് തന്നെ അങ്ങ് എഴുതിയാലും വേണ്ട കേട്ടോ. ഓക്കെ ആണോ നിങ്ങൾ? അത്ര എഴുതണം. ഇനി ഇതിനകത്തിലെ വൺ വേഡ് ഞാൻ വൺ വേഡി പറഞ്ഞത്, എന്നാലും ഒന്ന് സ്പീഡിൽ പറഞ്ഞു പോവാം. വിച്ച് കോണ്ടിനെന്റ് ഈസ് ലൊക്കേറ്റഡ് ടു ദ ഈസ്റ്റ് ഓഫ് യൂറോപ്പ്? യൂറോപ്പിന്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം ഏത്? ഏഷ്യയാണ്. വിച്ച് ഓഷൻസ് ഈസ്? ഭൂഖണ്ഡം ഏതാന്ന് ചോദിച്ചാൽ ഏഷ്യയാണ് കേട്ടോ. എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ മുമ്പ് നമ്മൾ പറഞ്ഞായിരുന്നില്ലേ, ബ്ലാക്ക് സീയും ഒക്കെ ഉണ്ട്. ഭൂഖണ്ഡം ഏതാന്ന് ചോദിച്ചാൽ ഏഷ്യയാണ് കേട്ടോ. ചോദ്യം കേട്ടിട്ട് വേണേ എഴുതാൻ. വിച്ച് ഓഷൻസ് ഈസ് ലൊക്കേറ്റഡ് ടു ദ വെസ്റ്റ് ഓഫ് യൂറോപ്പ്? യൂറോപ്പിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് അറ്റ്ലാന്റിക് ഓഷൻ. നമ്മൾ വരച്ച് കാണിച്ചതാണ്. വിച്ച് ഓഷൻസ് ഈസ് ലൊക്കേറ്റഡ് ടു ദ നോർത്ത് ഓഫ് യൂറോപ്പ്? യൂറോപ്പിന്റെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് ആർട്ടിക് ഓഷൻ അല്ലേ? വരച്ച് കാണിച്ചതാണ്. വിച്ച് സീ ഈസ് ലൊക്കേറ്റഡ് ടു ദ സൗത്ത്? സൗത്തിൽ ഏതാണ്? മെഡിറ്ററേനിയൻ കടലുമാണ്. നമ്മൾ അതും വരച്ച് കാണിച്ചതാണ്. വാട്ട് ആർ ദ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ദാറ്റ് സെപ്പറേറ്റ് യൂറോപ്പ് ഫ്രം ഏഷ്യ? യൂറോപ്പിനെ ഏഷ്യയിൽ നിന്നും വേർതിരിക്കുന്ന ഭൂസവിശേഷതകൾ ഏതൊക്കെയാണ് നിങ്ങൾ മുമ്പ് പറഞ്ഞ അല്ലേ? യൂറാൽ മൗണ്ടൻസ്, ബ്ലാക്ക് സീ, കാസ്പിയൻ കടൽ. യൂറോപ്പിലെ ഏറ്റവും വലിയ രാജ്യം ഏതാണ്? യൂറോപ്പിലെ ഏറ്റവും വലിയ രാജ്യം വിച്ച് ഇസ് ദ ലാർജസ്റ്റ് കൺട്രി ഇൻ യൂറോപ്പ്? റഷ്യയാണ്. ഓക്കെ, അടുത്തത് റഷ്യയിലെ ഏറ്റവും വലിയ പട്ടണങ്ങൾ ഏതെല്ലാമാണ്? റഷ്യയിലെ ഏറ്റവും വലിയ പട്ടണങ്ങൾ ഏതെല്ലാമാണ്? അവ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വാട്ട് ആർ ദ ലാർജസ്റ്റ് സിറ്റി ഇൻ റഷ്യ? വേർ ആർ ദേ ലൊക്കേറ്റഡ്? ദ ലാർജസ്റ്റ് സിറ്റി ഇൻ റഷ്യ മോസ്കോ ആൻഡ് സെന്റ് പീറ്റേഴ്സ്ബർഗ്. ആ പേരൊക്കെ നോക്കണേ കുഞ്ഞുങ്ങളെ. ഏതാണ്? മോസ്കോ ആൻഡ് സെന്റ് പീറ്റേഴ്സ്ബർഗ് ആർ ലൊക്കേറ്റഡ് ഇൻ യൂറോപ്യൻ റഷ്യ. റഷ്യയിലെ ഏറ്റവും വലിയ പട്ടണങ്ങളായ മോസ്കോയും സെന്റ് പീറ്റേഴ്സ്ബർഗും സ്ഥിതി ചെയ്യുന്നത് യൂറോപ്പിലെ റഷ്യയിലാണ്. ഹൗ ആർ യു ഷേപ്ഡ് വാലി ഫോംഡ്? യു ഷേപ്പ് അല്ലെ, യു രൂപ താഴ്വരകൾ എങ്ങനെയാണ് രൂപം കൊള്ളുന്നത്? ഹിമാനികളുടെ അല്ലെ, ഗ്ലേസിയേഴ്സ് അല്ലെ, ഹിമാനികളുടെ അപരദന പ്രക്രിയയിലൂടെയാണ് യു ആകൃതിയിലുള്ള താഴ്വരകൾ രൂപം കൊള്ളുന്നത്. യു ഷേപ്ഡ് വാലീസ് ആർ ഫോംഡ് ബൈ ദ പ്രോസസ് ഓഫ് ഗ്ലേസിയർ എറോഷൻ കേട്ടോ. ഒറ്റ വരിയേ ഉള്ളൂ. എന്താണ് ഫിയോഡുകൾ അല്ലെങ്കിൽ ഫിജോഡ് എന്ന് നമ്മൾ പറയുന്നത്? ഫിയോഡ് എന്നാ കേട്ടോ. ഫിയോഡ് ഉയർന്ന അക്ഷാംശ പ്രദേശങ്ങളിലെ സമുദ്രതീരങ്ങളിൽ ഹിമാനികളുടെ പ്രവർത്തന ഫലമായി രൂപം കൊള്ളുന്ന ഹിമകൃത താഴ്വരകളാണ് കുഞ്ഞുങ്ങളെ ഫിയോഡ് എന്ന് പറയുന്നത് കേട്ടോ. ഉയർന്ന അക്ഷാംശ പ്രദേശങ്ങളിലെ സമുദ്രതീരങ്ങളിൽ ഹിമാനികളുടെ പ്രവർത്തന ഫലമായി രൂപം കൊള്ളുന്ന ഹിമകൃത താഴ്വരകളാണ് ഫിജോയിഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഫിജോയിഡ്സ് ആർ ഗ്ലേസിയർ വാലീസ് ഫോംഡ് ബൈ ദ ആക്ഷൻസ് ഓഫ് ഗ്ലേസിയേഴ്സ് ഓൺ ഓഷ്യാനിക് കോസ്റ്റ് ഇൻ ഹൈ ലാറ്റിറ്റ്യൂഡ്സ് കേട്ടോ. പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്പിൻ്റെ നമ്പർ നിങ്ങൾ നോക്കണ്ട കേട്ടോ. നമ്പർ നമ്മൾ മറ്റേ വൺ വേഡിന് എഴുതിയതാണ്. യൂറോപ്പിൻ്റെ ഭൂപ്രകൃതി വിഭവങ്ങൾ ഏതെല്ലാമാണ്? വാട്ട് ആർ ദ ജിയോഗ്രാഫിക് ഡിവിഷൻസ് ഓഫ് ഇന്ത്യ? നമ്മളത് കുറേ പറഞ്ഞില്ലേ, എവിടെ നോക്കുമ്പോഴും എനിക്ക് ഒന്നതാണ് അല്ലേ, അത് ഇമ്പോർട്ടൻ്റ് ആവും നിങ്ങൾ കേട്ടോ. അതുകൊണ്ടാണ് അത് വീണ്ടും എഴുതി വെച്ചേക്കുന്നത്. വിച്ച് യൂറോപ്യൻ കൺട്രി ഈസ് കാൾഡ് ദ ലാൻഡ് ഓഫ് ദ തൗസൻഡ്സ് ലേക്ക്? 1000 തടാകങ്ങളുടെ നാടെന്ന് വിശേഷിപ്പിക്കുന്ന യൂറോപ്പിൻ്റെ രാജ്യം ഏതാണ്? ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് കേട്ടോ. 1000 തടാകങ്ങളുടെ നാടെന്ന് വിശേഷിപ്പിക്കുന്ന യൂറോപ്പിന്റെ രാജ്യം ഏതാണ്? ഫിൻലാൻഡ് ആണ് കേട്ടോ. ഫിൻലാൻഡ്. വാട്ട് ഈസ് ദ മെയിൻ സോഴ്സസ് ഓഫ് എനർജി ഇൻ ഫിൻലാൻഡ്? ഈ ഫിൻലാൻഡിലെ പ്രധാന ഊർജ സ്രോതസ് ഏതാണ്? ഫിൻലാൻഡിലെ പ്രധാന ഊർജ സ്രോതസ് ഏതാണ്? ഫിൻലാൻഡ്സ് മെയിൻ സോഴ്സസ് ഓഫ് എനർജി ഈസ് ഹൈഡ്രോ ഇലക്ട്രിസിറ്റി ആണ് കേട്ടോ. ഫിൻലാൻഡിലെ പ്രധാന ഊർജ സ്രോതസ് എന്ന് വെച്ചാൽ ജലവൈദ്യുതിയാണ്. യൂറോപ്പിലെ ഏറ്റവും നീളം കൂടിയ നദി യൂറോപ്പിലെ ആണ്. വിച്ച് ഈസ് ദ ലോങ്ങസ്റ്റ് റിവർ ഇൻ യൂറോപ്പ്? വോൾഗ. യൂറോപ്പിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം? വിച്ച് കൺട്രി ഹാസ് ദ മോസ്റ്റ് പോപ്പുലേറ്റഡ് ഇൻ യൂറോപ്പ്? റഷ്യയാണ് കേട്ടോ. സ്പ്രീ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന യൂറോപ്യൻ നഗരം
ഏതാണ്? ബെർലിൻ. വിച്ച് യൂറോപ്യൻ സിറ്റി ഈസ് ലൊക്കേറ്റഡ് ഓൺ ദ ബാങ്ക്സ് ഓഫ് ദ സ്പ്രീ റിവർ? അല്ലേ, സ്പ്രേ അല്ലേ, സ്പ്രീ റിവർ. ഏതാ കുഞ്ഞുങ്ങളെ? ബെർലിൻ ആണ് കേട്ടോ, ബെർലിൻ. അടുത്തത് യൂറോപ്പിലെ പ്രധാന മത്സ്യബന്ധന പ്രദേശങ്ങളായ 2 ബാങ്കുകളുടെ പേര്. ഒന്ന് ഏതാണ്? ഒന്ന് മുത്തൂറ്റ് ബാങ്കും ഒന്ന് അല്ലേ ഫെഡറൽ ബാങ്കും ആണോ? അല്ല, ബാങ്ക് എന്ന് വെച്ചാൽ ഇവിടെ തീരം എന്നാണ് കുഞ്ഞുങ്ങളെ അർത്ഥം കേട്ടോ. 2 ബാങ്കുകളുടെ പേര് ഏതൊക്കെയാണ്? റൈറ്റ് ദ നെയിം ഓഫ് 2 ബാങ്ക്സ് ദാറ്റ് ആർ മേജർ ഫിഷിംഗ് ഏരിയ. ഏതൊക്കെയാണ്? ഗ്രേറ്റ് ഫിഷർ ബാങ്കും ഡോഗർ ബാങ്കും കേട്ടോ. ഗ്രേറ്റ് ഫിഷർ ബാങ്കും ഡോഗർ ബാങ്കും. ഓക്കെ. വാട്ട് ആർ ദ 2 മെയിൻ റിവേഴ്സ് അസോസിയേറ്റഡ് വിത്ത് ദ നോർത്ത് യൂറോപ്യൻ പ്ലെയിൻസ്? ഉത്തര യൂറോപ്യൻ സമതലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട 2 പ്രധാന നദികളാണ് വോൾഗ, ഡോൺ അല്ലേ. വോൾഗയും ഡോണും 2 ബസ്സിൻ്റെ പേര് അല്ലേ. ഇന്ത്യൻ ഗവൺമെൻറ്റുകളുടെ കാലാവധി എത്ര വർഷമാണ്? 5 വർഷം കേട്ടോ. ഗവൺമെൻറ് മെൻഷൻ ദ ടേം ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷകൻ ആരാണ്? മെൻഷൻ ദ ഗാർഡിയൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. കോർട്ടാണ് കേട്ടോ, കോർട്ട്. ജനാധിപത്യ വ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകങ്ങൾ ഏതെല്ലാം? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജനാധിപത്യ വ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകങ്ങൾ ഏതെല്ലാമാണ്? സ്വാതന്ത്ര്യം, സമത്വം, നീതി, അവകാശങ്ങൾ, നിയമവാഴ്ച. ബേസിക് ഫാക്ടേഴ്സ് ഓഫ് എ ഡെമോക്രാറ്റിക് സിസ്റ്റം മറ്റേ ചാപ്റ്ററിലെ ആണ്. പിന്നെ നിങ്ങൾക്ക് ഇത് എല്ലാം പഠിച്ചു വെക്കുക. നമുക്ക് ക്വസ്റ്റ്യൻ തരുമ്പോൾ ഇന്ന ചാപ്റ്ററിലെ ആണെന്നും പറഞ്ഞല്ല. ഫ്രീഡം, ഇക്വാളിറ്റി, ജസ്റ്റിസ്, റൈറ്റ്സ്, റൂൾ ഓഫ് ലോ ഇവയാണ് ജനാധിപത്യ വ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകങ്ങൾ. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠസ്വാമികളാണ് കേട്ടോ. കണ്ണാടി പ്രതിഷ്ഠ എന്ന് കേൾക്കുമ്പോഴേ വൈകുണ്ഠസ്വാമി. സൗത്ത് ഇന്ത്യയിലാണ്, സൗത്ത് ഇന്ത്യ കേട്ടോ. സൗത്ത് ഇന്ത്യയിലെയാണ്, ദക്ഷിണേന്ത്യയിൽ കേട്ടോ. കേരളത്തിൽ വേറെ ഉണ്ടോ കേട്ടോ. നമ്മുടെ ടെസ്റ്റിൽ അതൊക്കെ നമ്മൾ വിശദമായിട്ട് പഠിച്ചതാണ്. അപ്പോൾ നിങ്ങൾ ഇത് വൃത്തിയായിട്ട് എഴുതിയെടുക്കുക കുഞ്ഞുങ്ങളെ. സോഷ്യലിൻ്റെ ഞാൻ ഇത്രയും ഇടുന്നുള്ളൂ, കാരണം ഞാനിപ്പോൾ ഏകദേശം ഉള്ള ചാപ്റ്ററിലെല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി അങ്ങോട്ട് പോകുന്തോറും നിങ്ങൾക്ക് പഠിക്കാൻ ഒരുപാടാവും. പ്രധാനപ്പെട്ടതെല്ലാം ഞാൻ തന്നിട്ടുണ്ട്. ഈ ചാപ്റ്റർ ഫുള്ളുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഉണ്ടെന്നും പറയുന്നുണ്ട്, ഇല്ലെന്നും പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ തന്നിരിക്കുന്ന അത്രയും വൃത്തിയായിട്ട് അങ്ങ് പഠിക്കുക. അതിനുശേഷം ബാക്കി നോക്കുക കേട്ടോ. നമ്മുടെ മാത്സ് ആയാലും മാത്സ്, സോഷ്യൽ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇതിൻ്റെ എല്ലാ നോട്ടുകളും നമ്മുടെ ചാനലുണ്ട് കേട്ടോ. എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടോ. നിങ്ങളെ സമയം കിട്ടുമ്പോഴൊക്കെ നമ്മളത് റിവിഷൻ, നിങ്ങൾ ഈ കമൻറ്റ് അറിയാൻ വയ്യ എന്നുള്ളതൊക്കെ ഞാൻ കമൻറ്റ് കാണുന്നുണ്ട്. അതൊക്കെ ഞാൻ റിവിഷൻ എന്ന് പറയുന്നതിൽ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങളത് ശ്രദ്ധിക്കുന്നുണ്ടോ? നിങ്ങൾ ഈ കമൻറ്റ് ഇട്ടിട്ട് ചിലപ്പോൾ അങ്ങ് പോകുമായിരിക്കും. അന്നേരം റിവിഷൻ എന്ന് പറഞ്ഞ് ഞാൻ ഇടുന്നതിൽ ഈ അറിയാൻ വയ്യാത്ത കണക്കുകളാണ് റിവിഷൻ എന്ന് പറഞ്ഞ് ഞാൻ ഇട്ടിരിക്കുന്നത് കേട്ടോ. നിങ്ങളൊന്ന് നോക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ. പ്രത്യേകിച്ച് മാത്സിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പം നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഹൈപ്പും ഒക്കെ തരണേ കുഞ്ഞുങ്ങളെ കേട്ടോ. എങ്കിലേ നമുക്കിനി മുന്നോട്ട് പോകണ്ടേ, അടുത്ത ചാപ്റ്റർ എടുക്കണ്ടേ. അപ്പം ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു.